ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറാബികളെ കുറിച്ചാണ് അല്ലേ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇവിടെ വലൗ കാനൂ ഫീകും മാ ഖാതലു ഇല്ലാ ഖലീല. അതിന് മുമ്പ് കുറച്ച് ഭാഗമല്ലേ യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു. അവിടെ വയ്യത്തിൽ അഹ്സാബു യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ ആറാബ്. അത് നമ്മളെടുത്ത് യസ്അലൂന അൻ അംബാഇകും അല്ലേ. ആറാബികൾ എന്താന്നാ പറഞ്ഞത്? ഭയങ്കര ഒരു ചർച്ചയുള്ള വിഷയമാണ് ഈ ആറാബികൾ ആര് എന്നുള്ളത്. അത് എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ആറാബികളെ കുറിച്ചുള്ള പരാമർശം കൊണ്ട് അറബ് ഒരിക്കലും അറബികൾ അറബ് എന്നുള്ളതുണ്ടല്ലോ. അറബ് എന്ന് പറഞ്ഞാൽ ആരാ? അറബികൾ. അതിൻ്റെ ഏകവചനം എന്താ? അറബിൻ്റെ ഏകവചനം അറബ് എന്ന് പറഞ്ഞാൽ അറബികൾ. അതിൻ്റെ ഏകവചനം അറബി എന്നാണ്. അറബി. ഇതിൻ്റെ അവസാനത്തിൽ യാ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ബഹുവചനാണ്, ഇത് ഏകവചനായി. ഇപ്പോൾ റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ. ഒരു റോമക്കാരൻ എന്താ പറയുക? റൂമി എന്നാ പറയുക. റൂമി. ഒരു യാ ചേർത്തിട്ടുണ്ടെങ്കിൽ ബഹുവചനായി. ചില പദങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഐനബുൻ, ഐനബത്തുൻ. ഐനബു എന്ന് പറഞ്ഞാൽ മുന്തിരി. മുന്തിരികൾ ബഹുവചനം. ഐനബത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി. ഷജറുൻ വൃക്ഷങ്ങൾ. ഷജറത്തുൻ ഒരു വൃക്ഷം. ഒരു താ ചേർത്തപ്പോൾ അതിന് ഏകവചനായി. അതേപോലെ ഇത്തരം പദങ്ങളിൽ ഇതിലൊരു യാ ചേർത്തിട്ടുണ്ടെങ്കിൽ ഏകവചനം വന്നു. അറബ്, അറബി. റൂം, റൂമി. ഞാൻ പറഞ്ഞ അറബിൻ്റെ ബഹുവചനമല്ല ആറാബ്. അൽ ആറാബ് എന്ന് പറഞ്ഞാൽ അത് ബഹുവചനാണ്. അതിൻ്റെ ഏകവചനം എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അൽ ആറാബി. ആറാബി. ആറാബി എന്നുള്ളതാണ് ഏകവചനം. ഒരാറാബി. അല്ല അറാബ് എന്ന് പറഞ്ഞാൽ ആറാബികൾ. നമ്മൾ പറഞ്ഞു ഈ ആറാബികൾ ആര് എന്നുള്ളതിൽ ചർച്ച ഉണ്ട്. കാരണം എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ അൽ ആറാബ് എന്ന് പറഞ്ഞത് 10 തവണയാണ്. അൽ ആറാബ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നത് 10 തവണയാണ്. അതിൽ 6 തവണയും ഫിൽ ദം കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചുമാണ്. 2 തവണ ആറാബികളെ മദ്ഹ് ചെയ്തു വന്നിട്ടുണ്ട്. വമിനൽ ആറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്താ വമിനൽ ആറാബ്? ആറാബികളിലുണ്ട് മൻ യുഅ്മിനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ച് സത്യപ്പെടുന്നവർ, വൽ യൗമിൽ ആഖിർ. വജാഅൽ മുഅദ്ദിറൂന മിനൽ ആറാബ്. ആറാബികളിൽ നിന്ന് മുഅദ്ദിറുകൾ വന്നു എന്നാണ്. അത് ആറാബികളെ പ്രശംസിച്ച് പറഞ്ഞാണത്. ഈ സൂറത്ത് തൗബയിലാണത് കൂടുതൽ വന്നട്ടോ. ഞാൻ ആ ആയത്ത് ഓതാം. ഒന്ന്, അൽ ആറാബു അശദ്ദു കുഫ്രൻ വനിഫാഖൻ. ആറാബികളാണ് ഏറ്റവും തീവ്രമായ കുഫറുള്ളവർ, അതേപോലെ നിഫാഖും കാപ്പട്ടിയുള്ളവർ. വ അജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലി. അള്ളാഹു റസൂലിനെ അവതരിപ്പിച്ച വിധി വിലക്കുകളുടെ ഹുദൂദ്, അതിൽ അജ്ഞരാകാൻ ഏറ്റവും യോഗ്യരും ആറാബികളാണ്. ഇതേപോലെ തന്നെ അടുത്തായത്തിൽ വമിനൽ ആറാബി മൻ യത്തഖിദു മാ യുൻഫിഖു മഗ്റമ. മിനൽ ആറാബി മൻ യത്തഖിദു മാ യുൻഫിഖു മഗ്റമ. തങ്ങൾ ചെലവഴിക്കുന്നതൊരു കടമായി കൊള്ളുന്നവർ ആറാബികളുണ്ട്. അതും ആറാബികളെ അവരുടെ സ്വഭാവം സ്വഭാവ ദൂഷ്യത്തെ അറിയിക്കുന്ന പ്രയോഗമാണ്. ഇതുണ്ട് ആയത്തിൽ തന്നെ 2 തവണ. പിന്നെ വന്ന 3-ാമത്തെ വചനം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വമിനൽ ആറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹ്. അത് അറാബികളെ പുകഴ്ത്തിയാണ്. ഇത് സൂറത്ത് തൗബയിൽ അടുത്തടുത്ത ആയത്തുകളാണ്. ഇനി വമിമ്മൻ ഹൗലക്കും മിനൽ ആറാബ് മുനാഫിഖൂൻ. നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആറാബികളിൽ മുനാഫിക്കുകളുണ്ട്, കപട വിശ്വാസികളുണ്ട്. ഇതിപ്പോൾ 4 വന്നില്ലേ? 4 ഇവിടെ. ഇനി സൂറത്തുൽ ഫത്ഹിൽ നമ്മൾ പഠിച്ചു പോയതാണ്. സൂറത്തുൽ ഫത്ഹിൽ സയഖൂലു ലക്കൽ മുഖല്ലഫൂന മിനൽ ആറാബ് ശഗലത്ന അംവാലുന വ അഹ്ലുന. താങ്കളോട് പിന്തി നിന്ന ആറാബികൾ പറയും,
ഞങ്ങളുടെ സമ്പത്തുക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളെ വ്യാപൃതാക്കി. യുദ്ധമുഖത്തേക്ക് വരാതിരുന്ന അറാബികൾ, അത് അവരെ ഇകഴ്ത്തിയാണ്. ഇതേപോലെ പിന്നെ ഇതിൽ തന്നെ ഉണ്ട്, സൂറത്തുൽ ഫതഹിൽ തന്നെ ഉണ്ട്. പിന്നെയും ഖുല്ലിൽ മുഖല്ലഫീന മിനൽ ആറാബ്, ആറാബികളിൽ നിന്ന് പിന്തിരിഞ്ഞവരോട് പറയണം. ഇങ്ങനെ പിന്നെ വിശുദ്ധ ഖുർആനിൽ ഈ ആറാബികൾ 10 സ്ഥലങ്ങളിൽ പറഞ്ഞു കൊടുത്ത് 6 സ്ഥലത്തും ആറാബികൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ സ്വഭാവം ഒരു മോശമാണെന്ന് ആൾക്ക് അവരെ ദമ്മ് ചെയ്തിട്ടാണ്, ഇകഴ്ത്തിക്കൊണ്ടാണ്. എന്നാൽ 2 സ്ഥലത്ത് നമ്മൾ പറഞ്ഞതുപോലെ അവർ പുകഴ്ത്തിയാണുള്ളത്. പിന്നെ 2 സ്ഥലങ്ങളിലുണ്ട് അത് അവർ ഇകഴ്ത്തിയാണെന്നോ പുകഴ്ത്തിയാണെന്നോ പറയാൻ വയ്യാത്ത രീതിയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ആറാബികൾ ആര് എന്നതിൽ ഒരു ചർച്ച. അപ്പോൾ ചിലർ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആറാബികൾ എന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അറബികളിലെ ഗ്രാമീണരാണ്, ഗ്രാമവാസികളാണ്. ചിലർ പറഞ്ഞത് പിന്നെ ഇവർ നാടോടികൾ. ആറാബികളെല്ലാം ഉണ്ടല്ലോ, അറബികളിൽ ഇവരിൽ 2 ടീമുണ്ട്. ഒന്ന് ഹാദിറത്ത്, എന്താ ഹാദിറത്ത്, പട്ടണവാസികൾ. ബാദിയത്ത്, ഗ്രാമവാസികൾ. ഇപ്പോൾ വിശുദ്ധ മദീനയിൽ താമസിക്കുന്നവരുണ്ട്, പിന്നെ മദീനയുടെ പരിസരത്ത് താമസിക്കുന്നവരുണ്ട്. മദീനയിൽ താമസിക്കുന്നവർ ഹാദിറത്താണ്. മദീനയിലെ പരിസരത്ത് താമസിക്കുന്നവരുണ്ടല്ലോ, അവരിൽപ്പെട്ടവരാണ് ഇപ്പോൾ പിന്നെ മുസൈന ഗോത്രം, അതേപോലെ തന്നെ ജുഹൈന, ഗിഫാർ, അസ്ലം, സാലിം, ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഗോത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ പിന്നെ ജുഹൈന, മുസൈന, ഇവരിലൊക്കെ ചേർന്നാൽ മുസനി, അൽ ജുഹനി, അൽ ഗിഫാരി, അൽ അസ്ലമി, സാലിമി, ഇങ്ങനെയുള്ള ഗോത്രങ്ങളുണ്ടല്ലോ. ഇനിയുണ്ട് പല ഗോത്രങ്ങളും. ഇവരൊക്കെ ബദവികളാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉമ്മു സുംബുലയെ കുറിച്ച് പറഞ്ഞില്ലേ, ഉമ്മു സുംബുല അൽ അസ്ലമിയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്ത് അല്ലേ, പാല്. ആറാബികളിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആറാബികളിൽ നിന്ന് സമ്മാനം വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മു സുംബുല അൽ അസ്ലമിയ സമ്മാനം കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അറാബിയത്താണെന്ന് വിചാരിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങിയില്ല. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ചോദിച്ചു, ഉമ്മു സുംബുല നിങ്ങളുടെ കയ്യിൽ എന്താണ്? അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന പാലാണെന്ന് പറയും. അപ്പോൾ ഉമ്മു സുംബുലയോട് പറയണം, ഉസ്കുബി യാ ഉമ്മ സുംബുല, പാൽ ഒഴിച്ചു തരാൻ പറയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയിട്ട് അത് കുടിച്ചു. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്തു, നിങ്ങളെല്ലാം വാങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തേ വാങ്ങിയേ, കുടിച്ചേ? അപ്പോൾ പറഞ്ഞ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇവർ അറാബല്ല. ഇവരാരല്ല? അറാബല്ല. ഹും ബാദിയതുനാ വനഹ്നു ഹാദിറതുഹും. അവർ നമ്മളുടെ ബാദിയത്താണ്, നമ്മൾ അവരുടെ ഹാദിറത്താണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അറാബികൾ ആരല്ല? അറാബികൾ ബാദിയത്തിലുള്ളവരല്ല. ബാദിയത്തിലുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടണത്തിന്റെ ഓരങ്ങളിൽ പാർക്കുന്ന ഗ്രാമീണവാസികൾ. അപ്പൊ അറബികളിൽ പിന്നെ ഹാദിറത്തുണ്ട്, ബാദിയത്തുണ്ട്. ബാദിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പട്ടണങ്ങളുടെ ഓരങ്ങളിൽ ഗ്രാമങ്ങളിൽ പാർക്കുന്ന ആളുകളാണ്. അവരാരല്ല? നാടോടികളല്ല. നാടോടികൾ ആരാണ്? അവരെ കുറിച്ചാണ് ഈ പറയുന്നത് അറാബ് എന്ന്. അതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. നാടോടികളായ മേച്ചിൽ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ വൃഷ്ടി പ്രദേശങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ. അവർക്ക് ആടുകളുണ്ടാവും, അവർക്ക് മാടുകളുണ്ടാവും, ഒട്ടകങ്ങളുണ്ടാവും. ഇതിനെ എവിടെ മേക്കണം, എവിടെ പോറ്റണം, അതിന് മഴ കിട്ടുന്ന പുല്ലൊക്കെ വിളയുന്ന ചെടിയൊക്കെ വളരുന്ന സ്ഥലങ്ങൾ കാണണം. അപ്പം അതന്വേഷിച്ചിട്ട് എന്ത് ചെയ്യും? ഇവരിങ്ങനെ മാറിപ്പോവും. ആ ടീമാണ് അൽ ആറാബ്. അവരാരല്ല? ഹാദറത്തുമല്ല, അവർ ബാദിയത്തുമല്ല. ആറാബികൾ എന്ന് പറഞ്ഞെങ്കിൽ പ്രത്യേകം ഖൗമുർ റുഹൽ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഈ സഞ്ചാരികൾ, നാടോടികൾ. എന്തിനാണ് അവർ നാടോടുന്നത്? അവരുടെ കാലികളെ മേക്കാനുള്ള പുല്ലും അതേപോലെ തന്നെ ചെടിയും മരങ്ങളും ഇതൊക്കെ അന്വേഷിച്ചിട്ട് മഴ കിട്ടുന്ന സ്ഥലങ്ങളെ നോക്കിയിട്ടാണ് അവർ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തിന് സമയമല്ല, അവർക്ക് പഠിക്കാനും ഓതാനൊന്നും ടൈമില്ല. പഠിക്കാനും ഓതാനുള്ള ടൈമില്ല. അങ്ങനെ പിന്നെ പഠിച്ച് ഓതിയ ആളുകളോട് വസിക്കാനും അവസരമല്ല. അതുകൊണ്ട് പലപ്പോഴും അവരുടെ സ്വഭാവം എന്തായിരിക്കും? പരിക്കനായിരിക്കും. അവരുടെ സ്വഭാവം പരിക്കനായിരിക്കും. അതാണ് ഈ ആറാബ്.
അപ്പോൾ അവരിൽ അറബികൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും അവരിൽ അറബികളുണ്ട്, അവരിൽ അനറബികൾ ഉണ്ടായേക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ മൗലന്മാരുണ്ടാവും അടിമകൾ, അതേപോലെ തന്നെ അറബികളായവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇവരെ പുകഴ്ത്തി പറഞ്ഞു ഒമിനൽ ആറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രയിലാണ്. അപ്പം അനസ് റളിയല്ലാഹു തആല പറയുന്ന ഒരു അറാബി വന്ന്, അപ്പോൾ അറാബിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്കാൻ പോകണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന് പറഞ്ഞു. അപ്പം അയാൾ പിന്നെ ചോദിച്ചു, മൻ യശ്ഹദു ലക്, അറബിയല്ലേ, അറബി വെച്ച് നിങ്ങളീ പറയുന്നതിന് സാക്ഷി ആരാ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സെമുറയെ നോക്കിയതാണ്. സെമുറ എന്ന് പറഞ്ഞാൽ ഒരു വാദിയുടെ തീരത്തുള്ള ഒരു വൃക്ഷം, അതിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിളിച്ചു എന്നാണ്. അപ്പോൾ ഹദീസിൽ കാണാം, അത് അഖ്ബലത് തഖുദ്ദുൽ അർള ഖദ്ദൻ എന്നാണ്. ഇങ്ങനെ ആ വൃക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ അതിനോട് ഇസ്തിഷ്ഹാദ് നടത്തിയതാണ്. ഇസ്തിഷ്ഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് സാക്ഷിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് സാക്ഷി പറഞ്ഞു എന്നാണ് ആ വൃക്ഷം. അപ്പം ഈ ആറാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് പറയാണ്, ഇപ്പം ഞാൻ പോവാണ്, ഞാൻ പോകുന്നു, എന്നിട്ട് എൻ്റെ ഖൗമിനെയും കൊണ്ട് ഞാൻ വരാം, അവർ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അയാളോടൊന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്, മനസ്സിലായോ? അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ അറാബികൾ ആരുണ്ട്? വിശ്വാസികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിനൽ അറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അറാബികളിൽ നല്ല മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞു. രണ്ട് തവണ വജാഅൽ മുഅദ്ദിറൂന മിനൽ അറാബ്, അതൊക്കെ അറാബികളെ പുകഴ്ത്തിയാണ്. അപ്പോൾ അവർക്ക് പിന്നെ പൊതുവെ അവരുടെ സ്വഭാവം എന്താ? അവരുടെ സ്വഭാവം ഈ പിന്നെ അജ്ഞതയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അജ്ഞതയുടുത്തതിനാൽ അവർക്ക് കഠിന സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി വരികയാണ്, അയാളിങ്ങനെ പിന്നെ നല്ല ജിമ്മിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കാൻ, ഹൽ അസാബക ഉമ്മു മിൽദം, നിങ്ങൾക്ക് ഉമ്മു മിൽദം ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ അയാൾ പറയുന്നു, ഒമ്മ ഉമ്മു മിൽദം, എന്താണ് അതെന്ന് ചോദിക്കാൻ. അപ്പം പറഞ്ഞ് ഹുമ്മ പറഞ്ഞാ പനി. അപ്പോൾ അയാൾ ചോദിക്കണം വീണ്ടും, വമാ ഹുമ്മ, എന്താ ഈ ഹുമ്മ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹർറുൻ ബൈനൽ ജിൽദി വൽ ലഹം, തൊലിപ്പുറത്ത് തൊലിക്കുള്ളിൽ മാംസത്തിനിടയിൽ ഏൽക്കുന്ന ചൂട്. പനി എന്താ? ചൂടല്ലേ, അതാണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഭയങ്കര ധാർഷ്ട്യത്തിൽ പറയാണ്, പിന്നെ മാ അസാബനി മീൻ ഷൈ, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇതുവരെ ഏറ്റിട്ടില്ല എന്ന് പറയും, ഒരു ഭയങ്കര അഹങ്കാരത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചോദിക്കണം, ഹൽ അസാബക മിൻ സുദാ, നിനക്ക് തലവേദന ഉണ്ടായിട്ടുണ്ടോ ചോദിക്കണം, സുദാ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, വമാ സുദാ, തട്ടിക്കാരെ ചോദിക്കണം, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, എന്താണ് സുദാ ചോദിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ഇർഖുൻ യദ്രിബ് ബിഹിർ റഅസ് എന്നാണ്, തലയിൽ പിന്നെ മിടിക്കുന്ന ഒരു ഞരമ്പിനാൽ ഉണ്ടാകുന്ന വേദനയാണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ വീണ്ടും പറയണം, മാ അസാബനി മിൻ ഷൈ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അയാളോട് പ്രതികരിച്ച് അയാൾ പോയി. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നരകത്ത് പോകുന്ന ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നോക്കട്ടെ എന്ന് പറയും. കാരണം അത്ര ധാർഷ്ട്യത്തിൽ അഹങ്കാരത്തിൽ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ, പിന്നെ ഒരു അറാബിൻ്റെ സ്വഭാവം പ്രകൃതം. ഒരു അറാബി പനി പിടിച്ച് കിടന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ രോഗസന്ദർശനം നടത്തി, പനി പിടിച്ച് കിടക്കുന്ന അറാബിനെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു പറഞ്ഞു, ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്നുള്ളൊരു രോഗിക്ക് അനുകൂല പ്രാർത്ഥന അല്ലേ, ദുആ അല്ലേ. ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ റസൂലുള്ളാഹിന്റെ തട്ടിക്കയറിയിട്ട് തഖൂലു തഹൂർ എന്നാ പറയുന്നത്. തഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധിയാണ്, പിന്നെ പാപവിമുക്തിയാണെന്നൊക്കെ എല്ലാ അർത്ഥം. തഖൂലു തഹൂർ ഹുമ്മൻ യഫൂർ ഫീ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ എന്ന് അയാൾ പറയാണ്. ചുട്ടുപൊള്ളണ പനി, അതും കിളവനായൊരു വൃദ്ധനായൊരു മനുഷ്യന് അയാളെ കബർക്ക് ഏറ്റുന്ന രീതിയിലാണ് ഈ പനിയുള്ളത്. എന്നിട്ട് തഖൂലു തഹൂർ, അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ പ്രതികരിച്ചു എന്നാണ് കേട്ടോ. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ഇതൻ നട്ട് അവിടുന്ന് പോയി എന്നാണ്. അറാബികളുടെ പിന്നെ പലപ്പോഴുള്ള സ്വഭാവം അതാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രകൃതമാണ്. അതിപ്പോൾ ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, വെട്ടൊന്ന് കഷ്ണം രണ്ട് രീതിയിലാണ് അവരുടെ പലപ്പോഴുള്ള പ്രകൃതം. അതുകൊണ്ട് ഈ അറാബികൾ വിശുദ്ധ ഖുർആനിലൊക്കെ വന്നത് അവർ കൂടുതലും
ഈ എഴുത്തിക്കൊണ്ടാണ്. അതിനർത്ഥം അറാബികളൊക്കെ അങ്ങനെയാണ് എന്നുള്ളതല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ചില അറാബി ചിലരങ്ങനെ, ചിലർ പിന്നെ ഇസ്ലാസ്ലം മതങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു അറാബി വന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയുമ്പോഴാണ് അയാൾ വരുന്നത്. അയാൾ ചോദിക്കുന്നത് സ്വർഗത്തിൽ മരങ്ങളുണ്ടോയെന്നാണ്. സ്വർഗത്തിൽ മരങ്ങളുണ്ട്. മൂപ്പരിവിടെ തേടി ഇറക്കുന്നത് എന്താണ്? മരങ്ങൾ, ചെടികൾ, പുല്ല്, ഇതൊക്കെ അല്ലേ. അപ്പോൾ സ്വർഗത്തിൽ മരം ഉണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം റസൂൽ പറയുന്നത് സ്വർഗത്തിൽ മരമുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അസൽ എത്ര ഉണ്ടാവും? അസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാണ്ഡം എത്ര വലിപ്പം ഉണ്ടാവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കാണ്ഡത്തിൻ്റെ വലിപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് തിരിയുന്ന രീതിയിൽ നിനക്കൊരു ജത 4 വയസ്സ് കഴിഞ്ഞ് 5-ാം വയസ്സിലേക്ക് ഒരു മൃഗാതാണ് ജത. അത് പിന്നെ അതിനെ ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ മൃഗം അത് വാർദ്ധക്യം പൂണ്ടിട്ട് അതിൻ്റെ പെരടി ഒടിയണ കാലം വന്നിട്ടുണ്ട് എങ്കിൽ അത് തുടങ്ങിയടത്തേക്ക് എത്തൂല. അത്ര വലിപ്പമായിരിക്കും അതിൻ്റെ കാണ്ഡത്തിന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പിന്നെ ചോദിക്കുന്നുണ്ട്, ഹൽഫിഹ ഫാക്കിഹത്തുൻ, അതിൽ ഫാക്കിഹത്ത് ഉണ്ടാവുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഫാക്കിഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഹൽഫിഹ ഇനബുൻ, മുന്തിരി ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മുന്തിരി ഉണ്ട് പറയണം. അപ്പോൾ പറയാണ് ഫമാ ഇളമു ഉൻഖൂദിഹ, ഇനബ് ഉണ്ട് എങ്കിൽ അതിൻ്റെ മുന്തിരി കൊലയുടെ വലിപ്പം എത്രയായിരിക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഫമാ ഇളമുൽ ഹബ്ബ, ഒരു മുന്തിരിയുടെ വലിപ്പം എത്രയായിരിക്കും ചോദിക്കുന്നുണ്ട്. ഒരു മുന്തിരിയുടെ വലിപ്പം എത്ര? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ വലിപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പിന്നെ ഒരാടിൻ്റെ തോൽ ഉരിച്ചിട്ട് പിന്നെ അതിനെ ഒരു തോൽ സഞ്ചിയാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വലിപ്പം തോന്നും? അതായത് ഭാര്യ ഭർത്താവിന് ഒരാടിനെ വിരിച്ചിട്ട് അതിൻ്റെ തോല് കൊടുത്തിട്ട് ഇതുകൊണ്ട് ഒരു തോൽ സഞ്ചി ഉണ്ടാക്കിയെന്ന് പറഞ്ഞെങ്കിൽ ആ തോൽ സഞ്ചിക്ക് എത്ര വലിപ്പം ഉണ്ടാവും? അത്ര വലിപ്പം എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത്, ഇതൻ ഒരു ഹബ്ബ മതി എനിക്കും എൻ്റെ കുടുംബത്തിനും, ഭാര്യക്കും മക്കൾക്കും പശിയടക്കാൻ അതിലൊരു ഹബ്ബ മതിയാകൂല്ലേ എന്ന് ചോദിക്കുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നുണ്ട്, ഒരു ഹബ്ബ കൊണ്ട് നിനക്കും നിൻ്റെ അഷീറത്തിന് മുഴുവനും, അഷീറത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കൾ മാത്രമല്ല, നിൻ്റെ ആ പിന്നെ കുടുംബ തറവാടിന് മുഴുവൻ മതിയാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അയാൾ അതൊക്കെ എഗ്രി ചെയ്യാണ്. ഈ അറാബികൾ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് അവരുടെ പ്രത്യേകത. അറാബികൾ, ഞാനത് പറഞ്ഞത്, ഈ പൊതുവെ അവരുടെ സ്വഭാവം എന്താണ്? അജ്ഞതയെടുത്ത സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ കാഠിന്യം, തീവ്രത, പരുഷ സ്വഭാവം ഇതൊക്കെ ഉണ്ടാവും. അവർക്ക് നടന്മാർ പറയുമ്പോൾ തെങ്ങിനൊരു തളപ്പ്, കവുങ്ങിനൊരു തളപ്പ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഒരു തളപ്പ് വരില്ല. അതേപോലെയാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ നബിയാണോ വലിയാണോ പിന്നെ സാധാരണക്കാരന് അതൊന്നും ഉണ്ടാവില്ല അവരുടെ പല പെരുമാറ്റങ്ങളിലും എന്നുള്ളതാണ് പൊതുവെ. എന്നാൽ എല്ലാ അറാബികളും അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തിയവരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ചിലത് പറഞ്ഞത്. എന്നാൽ ആ അറാബികൾ ഇത് വേറെ ടീമാണ്. അവരല്ല അറബികളിൽ ഹാദിറത്തുമല്ല, അറബികളിൽ ബാദിയത്തുമല്ല. അറബികളിൽ ബാദിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇത് വേറെ ടീമാണ്. അതെന്താ? അവരാണ് പിന്നെ ശുദ്ധഭാഷ പ്രാവീണ്യമുള്ളവർ. അവരാണ് നല്ല പ്രകൃതിയിൽ ജീവിക്കുന്നവർ. അവർക്ക് നാട്യങ്ങളോ അതേപോലെ തന്നെ അവർക്ക് പിന്നെ ഈ കൃത്രിമത്വങ്ങളല്ല. അതുകൊണ്ടാണ് ഹാദിറത്തിലുള്ളവർ തങ്ങളുടെ മക്കളെ ബാദിയത്തിൽ പാർപ്പിക്കുന്നത്. കുട്ടികളാകുമ്പോൾ ഇവിടേക്ക് ഹാദിറത്തിൽ ജനിക്കുന്ന കുട്ടികളെ ബാദിയത്തിലേക്ക് പാലൂട്ടാൻ ഏൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാലൂട്ടിയ സഅദിയയിലാണ്. സഅദിയ മക്കയുടെ ബാദിയത്തിൽപ്പെട്ടതാണ്. ബാദിയത്തിൽ അവിടെ ശുദ്ധ കാലാവസ്ഥയായിരിക്കും, അവിടെ കൃത്രിമത്വങ്ങൾ ഉണ്ടാവില്ല, അവിടുത്തെ ആളുകളുടെ ഭാഷ നല്ല ഭാഷയായിരിക്കും, ഭാഷ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വളരുന്ന കുട്ടികൾ നല്ല ആരോഗ്യത്തിൽ വളരും, പ്രകൃതി രമണീയമായ കാലാവസ്ഥയിൽ വളരും, നല്ല ഭാഷയും സംസാരവും കുരുന്നിലെ സ്വീകരിക്കും. അതുകൊണ്ട് നോക്കി നിങ്ങൾ, ഇപ്പം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ വളർത്തിയത് എവിടെയാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഫലസ്തീനിലെ ഗസയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടിൻ്റെ വിജയത്തിൽ തിരിച്ചു നൽകട്ടെ. പിന്നെ ഗസയിലാണ് ജനിച്ചത്. പക്ഷേ ഇമാം ഷാഫിൻ്റെ വേഗം ഉമ്മ മക്കത്തേക്ക് കൊണ്ടുവന്നു. കുട്ടിയാകുമ്പോൾ തന്നെ, ചെറുപ്പത്തിൽ തന്നെ, മുലകുടി പ്രായത്തിൽ അപ്പം തന്നെ കൊണ്ടുവന്നു മക്കത്തേക്ക്. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കുരുന്ന് കാലം വളർന്നത് ബാദിയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര വലിയ നല്ല വാചാടോപ്പിയാണ്, നല്ല ഭാഷാസ്ഫുടതയാണ്. ഗദ്യത്തിലും പദ്യത്തിലും വളരെ പ്രാവീണ്യനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇമാം ഷാഫി മാത്രമല്ല, ഇപ്പം അമവികളുടെ ഭരണകാലത്ത് പിന്നെ
മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദ്. യസീദ് എവിടെ വളർന്നത്? യസീദ് ബാദിയത്തിലാണ് വളർന്നത്, ബനു കെൽബ് ഗോത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ബനു കെൽബ് ഗോത്രക്കാരി മൈസൂണാണ്. മൈസൂൺ അൽ കെൽബിയ, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭാര്യ. അതിലാണ് യസീദ് കുട്ടിയുണ്ട്. യസീദിനെ വളർത്തിയത് ബാദിയത്തിലാണ്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ പിന്നെ അവിടുത്തെ കരുത്തും യസീദിൻ്റെ ആ ശൂരതയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അമവി ഭരണാധികാരികളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഭരണാധികാരികളായ മക്കളൊക്കെ ബാദിയയിലാണ് വളർന്നത്. അബ്ബാസികളുടെ കാലത്ത് മാറി. അബ്ബാസികളുടെ ബാദിയത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ഹാദറത്തിൽ വെച്ച് പഠിപ്പിച്ച്, അമവികൾ ഹാദറത്തിൽ നിന്ന് മക്കളെ ബാദിയത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ പഠിപ്പിച്ച്. എപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നതിനാണ് അറബികൾ എന്ത് ചെയ്യുക മുൻതൂക്കം നൽകിയിരുന്നത് കാലത്ത്. കാരണം പിന്നെ ഈ ബാദിയത്തിൽ ഈ നഹ്വ് ലുഗത്തൊക്കെ ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടത് പിൽക്കാലത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുമ്പോൾ ഇവിടെ നഹ്വ് ഇൽമുൻ നഹ്വ് പറഞ്ഞൊരു ഫന്നില്ല, കലല്ല, ഈ ഇൽമുൻ ലുഗല്ല. നഹ്വും ലുഗത്തൊക്കെ എപ്പോഴാണ് ക്രോഡീകരിക്കുന്നത്? വളരെ പിൽക്കാലത്താണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത്, പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഇതിൽ രചന തുടങ്ങുന്നത്. പിന്നെ ഇൽമുൻ നഹ്വിൽ വ്യാകരണത്തിൽ തെറ്റ് ഭവിക്കാൻ തുടങ്ങിയപ്പോൾ, കാരണം പുതുതായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും അതിൻ്റെ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇവിടെ കലർപ്പ് വരാൻ തുടങ്ങി. എവിടെ? ബാദിയത്തിൽ. അതില്ലെങ്കിൽ നഹ്വോ ഇതൊന്നും ക്രോഡീകരിക്കപ്പെട്ടില്ല. കാരണം എന്താ? ഇവരുടെ സംസാരം അതാണ് അടിസ്ഥാനം. ബാദിയത്തിലുള്ള ആളുകളുടെ സംസാരം അതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഇമാം കിസായിയും അലിയുൽ കിസായിയും അതേപോലെ തന്നെ സീബവൈഹി രണ്ടാളും പേർഷ്യക്കാരാണ്. അലി അൽ കിസായി പേർഷ്യക്കാരനാണ്, സീബവൈഹി പേർഷ്യക്കാരനാണ്. ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സീബവൈഹി എന്നറിയപ്പെട്ടു. അറബി വ്യാകരണത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി ആരാ? പേർഷ്യക്കാരൻ സീബവൈഹിയാണ്. അദ്ദേഹത്തിൻ്റെ അൽ കിതാബ് എന്ന് പറയുന്ന സീബവൈഹിൻ്റെ അൽ കിതാബ് എന്ന് പറയുന്ന കിതാബാണ് വ്യാകരണത്തിൽ, അറബി നഹ്വിൽ വ്യാകരണത്തിൽ എക്കാലത്തും അടിസ്ഥാനം. 33-ാമത്തെ വയസ്സിൽ മരിച്ചാണ് അദ്ദേഹം. 53 വയസ്സിന് മുമ്പ് അദ്ദേഹം രചിച്ച ആ നഹ്വാണ്, ആ അടിസ്ഥാനങ്ങളാണ് നഹ്വിൽ എന്നും പിന്നെ അടിസ്ഥാനം. ഏതായാലും കിസായിയും സീബവൈഹിയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഒരു മസലയും ഞാൻ പറഞ്ഞത് അൽ മസ്അലത്തു സുംബൂരിയ എന്ന് പറയും. മസ്അലത്തു സുംബൂരിയ അതൊരു ഒരു വിഷയമാണ്. അത് കുൻതു അദുന്നു അന്നൽ അഖ്റബ് അശദ്ദു ലസ്അതൻ മിനൽ സുംബൂർ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതിൻ്റെ അവസാനത്തിലുണ്ട് ഫഇദാ ഹുവ ഹിയ അല്ലെങ്കിൽ ഫഇദാ ഹുവ ഇയ്യാഹ. നഹ്വാണ് ഇത്, ആളുകൾ മയങ്ങും. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഫഇദാ ഹുവ ഹിയ അല്ലെങ്കിൽ ഫഇദാ ഹുവ ഇയ്യാഹ. ഇതാണ്. അതായത് കുൻതു അദുന്നു അന്നൽ അഖ്റബ് അശദ്ദ ലസ്അതൻ മിന സുംബൂർ. ഞാൻ വിചാരിച്ചിരുന്നു, അഖ്റബ് എന്ന് പറഞ്ഞാൽ തേളിൻ്റെ കുത്താണ് സുംബൂറിൻ്റെ കുത്തിനേക്കാൾ. സുംബൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നൽ, കടോരം, തീവ്രം, അതാണ് ഒരു പ്രയോഗമാണത്. അതിന് ശേഷം ഫഇദാ ഹുവ ഇയ്യാഹ. ഫഇദാ ഹുവ ഹിയ എന്നാണോ പറയേണ്ടത്? അതല്ല, ഫഇദാ ഹുവ ഇയ്യാഹ എന്നാണ് പറയേണ്ടത്. അതാണ് അന്നത്തെ കാലത്തെ അഭിപ്രായ വ്യത്യാസം. ഇത് സീബവൈഹിയും കിസായിയും ഇവിടെ അഭിപ്രായ വ്യത്യാസത്തിലാണിത്. ഒരു വാദപ്രതിവാദത്തിൽ കൊട്ടാരത്തിലെ വിജ്ഞാന സദസ്സിൽ വ്യാകരണ പണ്ഡിതന്മാർ 2 പേരും, ഒന്ന് സീബവൈഹി, അതിൽ തർക്കമല്ല, പിന്നെ മറ്റൊന്ന് കിസായി വ്യാകരണത്തിലും ഖിറാഅത്തിലും ഖുർആൻ വിജ്ഞാനത്തിലും അതേപോലെ തന്നെ ഭാഷയിലും ഒക്കെ പണ്ഡിതനാണ്. ഇവർക്കിടയിലായി അഭിപ്രായ വ്യത്യാസം കൊട്ടാരത്തിൽ. അപ്പോൾ പിന്നെ സീബവൈഹി പറഞ്ഞു ഫഇദാ ഹുവ ഹിയ എന്നാണ് പറയാം, റഫ് ആണ് ഹാല്. കിസായി പറഞ്ഞ ഫൈദാ ഹുവ ഹിയ എന്നും പറയാം, ഫൈദാ ഹുവ ഇയ്യാഹ എന്നും പറയാം. റഫും നസ്ബും പറ്റും എന്നാണ് കിസായിയുടെ വിഷയം. ഇതും പറയാമെന്ന് കിസായി, ഇത് മാത്രമേ പറയാവൂ എന്നാര് സീബവൈഹി. ഇതാണ് അതിലുള്ള വിഷയം.
നമ്മളുടെ വിഷയം ഞാനത് പറയില്ല, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസ് കൊടുക്കുക പോകും. വിഷയം അന്ന് പിന്നെ കൊട്ടാരത്തിലെ സദസ്സിൽ ഈ രണ്ട് നേതാക്കന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ പറയാണ് ഇവർക്കിടയിൽ ആര് വിധി പറയും, ഇവർക്കിടയിൽ ആര് വിധി പറയും. പറയണ പിന്നെ ഭരണാധികാരിനോട് പറയാണ് ദൂനക്കൽ ആറാബ് അല്ലെങ്കിൽ ദൂനക്കൽ അലുൽ ബാദിയ. ആറാബികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബാദിയത്തിൽ താമസിക്കുന്നവൻ അർത്ഥത്തിൽ പിന്നെ ബാദിയത്തിലുള്ളവർ അവർ വിധി പറയും. കാരണം അവരുടെ ഉച്ചാരണം അവരുടെ പിന്നെ ഭാഷ ഇതാണ് അന്നത്തെ വിഷയം തീരുമാനിക്കാനുള്ള മാനദണ്ഡം. അല്ലാതെ അന്ന് നഹവൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അൽഫിയൊന്നുമില്ല, വ്യാകരണ ഗ്രന്ഥങ്ങളൊന്നുമില്ല, വ്യാകരണത്തിന്റെ നിയമങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ശാസ്ത്രം വന്നിട്ടില്ല. പിന്നെയോ അറാബികൾ എങ്ങനെ സംസാരിക്കുന്നു അതാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലേക്ക് അറാബികളെ വിളിച്ചു, ബാദിയത്തിൽ നിന്നുള്ള അറാബികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് ആരുടെ പക്ഷത്താണ് ശരി. അപ്പൊ ബാധ്യത്തിലുള്ളവർക്ക് അറിയാം ആരുടെ പക്ഷത്താണ് ശരി, സീബവഹിയുടെ പക്ഷത്താണ് ശരി. ഇതാഹി എന്നാണ് പറയാ, അല്ലാതെ ഇയാഹ എന്ന് പറയില്ല. പക്ഷേ ബാധ്യത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താ പ്രശ്നം? എവിടെയാണ് അന്ന് പിന്നെ രാഷ്ട്രീയ പിന്നെ ഇത് നടക്കുന്ന കാലാണ്. സീബവൈഹി ബസറയിലാണ്, ഇറാഖിൽ ബസറയിലാണ്. കിസായി കൂഫയിലാണ്. ബസറയും കൂഫയും അന്ന് വിജ്ഞാനത്തിന്റെ രണ്ട് തലസ്ഥാന നഗരികളാണ്. സീബവൈഹി ബസറയിൽ, കിസായി കൂഫയിൽ. അപ്പോ ഭരണാധികാരികൾ എവിടേക്ക് ചായ്വ് എന്നുള്ളതാണ്. കിസായിന്റെ കാണ് സ്വാധീനം, കിസായിക്കാണ് ഇവിടെ സ്വാധീനം ഭരണാധികാരത്തിലായി. അതുകൊണ്ട് തന്നെ സീബവഹിയുടെ പക്ഷം ശരിയാണ് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എന്നിട്ട് അവരെന്ത് ചെയ്തത്? അവര് കിസായിയുടെ അഭിപ്രായത്തെ ബലപ്പെടുത്തി. രണ്ടും റഫും ആകാം നസ്ബും ആകാം എന്ന ആ വീക്ഷണത്തെ അവർ പ്രബലപ്പെടുത്തി. എന്തിനു വേണ്ടി? സത്യം അവർക്ക് സൂര്യപ്രകാശം പോലെ അറിയാം. എന്നിട്ടും അവർ ദുനിയാവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കിസായിയുടെ പക്ഷം പിടിച്ചു. മനസ്സിലായില്ലേ? അത് ആ കൊട്ടാരത്തിൽ വിദ്വൽ സദസ്സിൽ ജനസമക്ഷം ഇങ്ങനെ ഇവർ ഈ നിലപാടെടുത്തപ്പോൾ സീബവൈഹി തകർന്നു പോവുകയാണ് ചെയ്തത്. തകർന്നു. ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പച്ച സത്യം തമസ്കരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തകർന്നു. അതിൽ വിഷമിച്ച് വേദനിച്ച് അദ്ദേഹം പിന്നെ ഇറാഖിൽ നിന്ന് മടങ്ങി പിന്നെ പേർഷ്യയിലേക്ക് തന്നെ പോയി, ജന്മനാട്ടിലേക്ക് തന്നെ പോയി. ആ വിഷമതയിൽ തകർന്നു മരിക്കുകയാണ് ചെയ്തത് സീബവൈഹി. ഇളം പ്രായത്തിൽ. ആ പ്രായമാവുന്നതിന് മുമ്പ് അദ്ദേഹം രചിച്ച കിതാബാണ് അൽ കിതാബ്. വ്യാകരണത്തിലെ ഏറ്റവും അടിസ്ഥാന കിതാബ് ഏതാ? അൽ കിതാബ്. അൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിബവൈയുടെ പിന്നെ നഹ്വിലുള്ള കിതാബാണ്. അപ്പോൾ അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക എന്താകുമായിരുന്നു. ഏതായാലും സിബവൈഹി എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇളം പ്രായത്തിൽ ഇതിനാൽ മരിച്ചു എന്നുള്ളതാണ്. ഞാൻ പിന്നെ അവിടെ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാധ്യത്തിലുള്ള ആളുകൾ ആര് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അവരാണ് ചരിത്രത്തിൽ ഈ ഭാഷയും വ്യാകരണവും ഒക്കെ തീരുമാനിക്കാനുള്ള മാനദണ്ഡവും അടിസ്ഥാനവും. അങ്ങനെ ടീമാണ് ബാദിയത്ത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറാബികളും അതേപോലെ തന്നെ ബാദിയത്തിലുള്ളവരും ഹാദറത്തിലുള്ളവരും ഇത് വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇവർ വളരെ അഗ്രഗണ്യന്മാരാണ് ഈ ബാദിയത്തിൽ ഉണ്ടായിരുന്നവരെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞാനൊരു മസല ഓർത്തത്, ഒരാൾ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലല്ലാഹ് എന്ന് ഓതി. ബാങ്കിൽ എങ്ങനെ ഓതണ്ടേ? ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള. അപ്പം എന്താ അർത്ഥം? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ആശയം പൂർണ്ണമായി. എന്നാൽ ഒരാൾ റസൂൽ അല്ലാന്ന് ഓതിയാലോ? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ അല്ലാന്ന് ഓതിയാലോ? അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് റസൂൽ അല്ലാഹ് അള്ളാഹിന്റെ റസൂലായ മുഹമ്മദ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വാചകം പൂർത്തിയാണെങ്കിൽ എന്താണ്? നീ പറയണം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലല്ലാഹ് എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ വാചകം പൂർണ്ണമായിട്ടില്ല, ഖബർ നീ വരണം. അപ്പൊ ഈ ആറാബി ചോദിക്കാണ്, ബാധ്യത്തിലുള്ള ആൾ ചോദിക്കുകയാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലല്ലാഹ് എന്ന് ബാങ്കി ഓതിയപ്പോൾ യസ്ന മാതാ അല്ലെങ്കിൽ മാതാ എന്ന് ചോദിക്കുകയാണ്. എന്താണ് മുഹമ്മദൻ റസൂലുള്ളാഹ് ഇനി എന്താണെന്ന് ചോദിക്കുകയാണ്. കാരണം അറാബിക്ക് മനസ്സിലായി ബാങ്കി പറഞ്ഞത് തെറ്റാണെന്നുള്ളത്. കാരണം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലായ മുഹമ്മദ് നീ എന്ത് പറയണം, എന്ത് എന്നുള്ളത് പറയണം. അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. അതേസമയം റസൂലുള്ള പറഞ്ഞാലോ പൂർണ്ണമായി.
അപ്പോൾ ബാങ്ക് തെറ്റി ഓതിയപ്പോൾ ആറാബി ചോദിച്ചു എന്നാണ് എന്താണ് എന്ന്. അങ്ങനെ പിന്നെ പരിജ്ഞാനമുള്ളവരായിരുന്നു ആറാബികൾ. ഒരാൾ ഓതി പിന്നെ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വ റസൂലുഹു എന്ന് ഓതേണ്ടടുത്ത് റസൂലിഹി എന്ന് ഓതി. അന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു ബരീഉം മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒഴിവാണ്. പിന്നെ വ റസൂലിഹി എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ റസൂലിൽ നിന്ന് ഒഴിവാണ് എന്നാണ്. അത് തെറ്റല്ലേ, വലിയ കുഫ്റുവാണ്, തെറ്റുമാണ്. ശരിക്കും എന്താ? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീൻ, അള്ളാഹു മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒഴിവാണ്, വ റസൂലു ഒഴിവാണ് എന്നാണ്. റസൂലുഹു എന്നാണ്. പക്ഷെ റസൂലിഹി എന്ന് ഓതിയപ്പോൾ നേരെ അർത്ഥം ഉൾട്ട മറിഞ്ഞ്. അപ്പോൾ ആറാബി ഇത് കേട്ടി തെറ്റി ഓതുന്നത്. അപ്പോൾ ആറാബി പറയാണ് ഈ ഓതണവരിൽ നിന്ന് ഞാൻ ബരി ആണെന്ന്. കാരണം ഓതണതെങ്ങാണ്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാകാം. അപ്പം അത്ര അങ്ങനെ ആറാബികൾ സങ്കടപ്പെട്ടിട്ടാണ് വിശുദ്ധ ഖുർആനിലെ ഹറക്കത്തും നൊഖത്തിയൊക്കെ വരാൻ തുടങ്ങിയത്. എൻ്റെ ചരിത്രം നമ്മൾ വായിക്കില്ലേ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നമ്മുടെ വിഷയം പിന്നെ ഈ ആറാബികൾ ബാദൂന ഫിൽ ആറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറാബ് ആരാണ്, പിന്നെ ബാദു എന്നുള്ളിടത്ത് ബാദൂൻ ആരാണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു കാര്യം അവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ആറാബികളാര്, അതേപോലെ തന്നെ അഹ്ലുൽ ബവാദി അല്ലെങ്കിൽ ബാദിയത്ത് ആര് എന്നുള്ള വിഷയം. ഏതായാലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളുടെ വിഷയം അവിടെ കപട വിശ്വാസികളെ കുറിച്ചാണ്. യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു, ഈ കപട വിശ്വാസികൾ വിചാരിക്കുകയാണ് പിന്നെ കിടങ്ങിൻ്റെ മുഖത്ത് നിന്ന് സഖ്യകക്ഷികൾ പോയിട്ടില്ല എന്ന്. ലം യദ്ഹബു വഇയത്തിൽ അഹ്സാബു, ഇനി സഖ്യകക്ഷികൾ വരികയാണെങ്കിൽ യവദ്ദു, ഈ കപട വിശ്വാസികൾ ആഗ്രഹിക്കും ലൗ അന്നഹും ബാദൂന ഫിൽ ആറാബ്, തങ്ങൾ ആറാബികളിൽ, ബാദൂൻ എന്ന് പറഞ്ഞാൽ ബാദിയയിൽ താമസിക്കുന്നവരായിരുന്നുവെങ്കിൽ എന്ന്. ആറാബികളിൽ ബാദൂൻ എന്ന് പറഞ്ഞാൽ സുക്കാനുൽ ബാദിയ, ബാദിയയിൽ താമസിക്കുന്നവർ, തങ്ങൾ ആറാബികളിൽ ബാദിയയിൽ താമസിക്കുന്നവരായിരുന്നുവെങ്കിൽ എന്ന് ഈ കപട വിശ്വാസികൾ കൊതിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? നബിനെന്ത് ചെയ്യേണ്ടതില്ല? ഈ സഖ്യകക്ഷികളോട് ഏറ്റുമുട്ടാൻ യുദ്ധമുഖത്തേക്ക് വരേണ്ടതില്ല, യുദ്ധത്തിൽ പങ്കാളികളാണ്ടതില്ല. ബാദിയയിൽ അവിടെ ആറാബികളുടെ കൂട്ടത്തിലായാൽ മതി. ബാദൂന ഫിൽ ആറാബ്. യസ്അലൂന അൻ അംബായിക്കും, യസ്അലൂന അൻ അംബായിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ആറാബികളുടെ കൂട്ടത്തിലാണ് എങ്കിൽ പിന്നെ യുദ്ധമുഖത്തേക്ക് വരണ്ട. പിന്നെ എന്ത് മതി? ഇവിടുത്തെ വർത്താനം ചോദിച്ചറിഞ്ഞാൽ മതി. യസ്അലൂന അൻ അംബായിക്കും, നിങ്ങളുടെ വാർത്തകൾ അവർ ചോദിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ എന്താണ്, സഖ്യകക്ഷികൾ പോയോ? അല്ല അവർ മദീനയെ ആക്രമിച്ചോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂട്ടർക്കും എന്ത് പറ്റി? ഓല കഥ കഴിഞ്ഞോ? തീർന്നോ? ഇതൊക്കെ ചോദിച്ചിട്ട് എവിടെ കൂടിയാൽ മതി? ബാദിയയിൽ ആറാബികളോടൊത്ത് കൂടിയാൽ മതി എന്ന് ഇതാണ് അവരുടെ നിലപാട്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മുനാഫിഖീങ്ങളെ കുറിച്ച്. ഖന്തഖ് യുദ്ധത്തിൻ്റെ പരിസരത്ത്, ഖന്തഖ് യുദ്ധത്തിൻ്റെ ആ സാഹചര്യത്തിൽ മുനാഫിഖുകൾ അവരുടെ നിലപാടാണ് ഈ പറയുന്നത്. യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു, സഖ്യകക്ഷികളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ അബൂ സുഫിയാനും കൂട്ടരും ഞാൻ പോവുകയാണ്, നിങ്ങൾ പോന്നോളി നട്ട് ഒരു കുറ്റിയും പറിച്ച് പാഞ്ഞില്ലേ, ഒരു പോയി. പക്ഷേ കപട വിശ്വാസികൾ മദീനത്തി യഹ്സബൂൻ, അവർ വിചാരിക്കുന്നത് അൽ അഹ്സാബ ലം യദ്ഹബു, അഹ്സാബികൾ പോയിട്ടില്ല എന്നാണ്. എന്തിനാ പറഞ്ഞത് പോയിട്ടില്ല അറിയണത്? ഓല വിചാരം ഓർക്ക് ഇപ്പോഴും പേടിയാണ്. ഓല് പോയിട്ടുണ്ടോ പേടിയാണ്, ഭീരുത്വമാണ്. അവർ വിചാരം പിന്നെ ഇവർ അബൂ സുഫിയാനും കൂട്ടർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവർ പേടിയിൽ കഴിയാണ്. പറയുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭീരുക്കളായി പോയി മറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ മുനാഫിക്കീങ്ങളുടെ സ്വഭാവ ദൂഷ്യത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇനി വയ്യത്തിൽ അഹ്സാബ് യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ ആറാബ് യസ്അലൂന അൻ അംബായിക്കും. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ കാനൂ ഫീകും മാ ഖാതലു ഇല്ലാ ഖലീല, വലൗ കാനൂ ഫീകും, അവർ നിങ്ങളിലാണെങ്കിൽ, മാ ഖാതലു ഇല്ലാ ഖലീല, എന്താ അവർ വളരെ കുറച്ച് യുദ്ധത്തിൽ സംബന്ധിക്കൂ. മാ ഖാതലു, അവർ യുദ്ധം ചെയ്യുകയില്ല, ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. അതെങ്ങനെയാ കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ചിലപ്പോൾ ഒന്ന് വന്നിട്ട് മുഖം കാണിക്കും, എന്നിട്ട് അവിടെ നിന്നാണ് മുങ്ങും. പിന്നെ ചിലപ്പോൾ വന്നിട്ട് പിന്നെ ഒന്ന് മുഖം കാണിക്കും, ഞാനിവിടെയൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഉള്ള ആൾ തന്നെയാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി പിന്നെ മുങ്ങും. അതാണ് അവരുടെ പരിപാടി. അതാണ് വലൗ കാനൂ ഫീകും മാ ഖാതലു ഇല്ലാ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ
ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായിട്ട് ഇസ്ലാമിൻ്റെ താടിയും തലപ്പാവും വെച്ച് മുസ്ലിം സമൂഹത്തിൽ ആളാണെന്ന് അറിയിച്ചിട്ട് ഉള്ളിൽ കുഫറും പുറത്ത് നിഫാഖും ഇസ്ലാമും അവരുടെ ഈ അപകടത്തിന് എന്ത് ചെയ്യുന്നത് അവരുടെ അവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് തൊലി ഉരിച്ച് ചിത്രീകരിക്കുന്നത്. അത് അന്നത്തെ ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെങ്കിലും ഇന്ന് പലരിലും നമ്മൾ കാണുന്നത് ഒരു കാഴ്ചയാണത്. അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഹുക്കുമുണ്ടല്ലോ ഇതെല്ലാവരും എല്ലാ കാലഘട്ടത്തേക്കുമാണ്. പലരുടെ അളവിലും ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തുടർച്ചയിൽ പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ എന്നാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണിത് അല്ലേ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ അവതരിപ്പിച്ചത് എവിടെ, ഏത് സന്ദർഭത്തിലാണ്? ആ അഹ്സാബ് യുദ്ധത്തിൻ്റെ കടങ്ങ് യുദ്ധത്തിൻ്റെ സന്ദർഭം. ഈ കടങ്ങ് യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ആയത്തുകൾ ഇനിയും തുടരുകയാണ്. വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു. ഇനിയും കടങ്ങ് യുദ്ധത്തിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് ഇനി വരുന്നത്. അവിടെയാണ് ഈ ആയത്ത്, ആ വിഷയത്തിലാണ് ഈ ആയത്ത്. എന്താ ആയത്ത് അർത്ഥം? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ് എന്നാണ്. ലാമ് സത്യത്തെ അറിയിക്കുന്നു. വല്ലാഹി അള്ളാഹുവാണ് തീർച്ചയായും. ലഖദ് കാന ലക്കും ഫി റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനത്തുൻ ഹസനത്തായ ഉസ്വത്ത് ആകുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് അതിലെ വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സൽ മാതൃക, ഉത്തമമായ മാതൃക ഉണ്ട് എന്നുള്ള പറയുന്നത്. അത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇവിടെ വിഷയം ഇത് പറയാനുള്ള വിഷയം എന്താണ് കാര്യം? അത് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ എന്നാണ്. ലക്കും എന്ന് പറയില്ലേ, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആയിരിക്കാം? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, ഇവർക്കാണ്. ലക്കും എന്നുള്ളതിൻ്റെ അത്ഫ് ഇസ്തിമാൽ എന്ന് പറയും, അല്ലെങ്കിൽ ബയാൻ. അതാണ് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, ഇവർക്കാണ് അല്ലാഹുവിൻ്റെ റസൂൽ മാതൃക എന്ന് പറയുന്നത്. അത് നമുക്ക് പറയാം. അതൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. ഇത് യുദ്ധത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആ സന്ദർഭം ആ യുദ്ധമുഖത്തിൻ്റെ പശ്ചാത്തലമാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഖുലു മഅന തുറാബ്, ഞങ്ങളോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണ് ചുമന്ന് കൊണ്ടിട്ടിരുന്നു എന്നാണ്. എവിടുന്നാണ് മണ്ണ് ചുമക്കുന്നത്? കിടങ്ങിൽ നിന്ന്. കിടങ്ങ് കുഴിക്കുമ്പോൾ മണ്ണ് ചുമന്ന്. ഹത്ത ഖബറ ബത്നുഹു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ് മണ്ണിനാൽ പൊതിഞ്ഞു എന്നാണ്. ഇഖ്ബറ ബയാദു ബത്നി എന്നാണ്. റസൂലുള്ളാഹിന്റെ മേനി വെളുത്ത മേനിയാണല്ലോ, അതിൻ്റെ വെള്ള മണ്ണ് കൊണ്ട് പൊതിഞ്ഞു എന്നാണ്. രോമാവൃതമായ മേനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ഹദീസുകളിൽ കാണാം മണ്ണ് വീണ് വീണ് രോമങ്ങൾ മറഞ്ഞു എന്നാണ്. അത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പണിയെടുത്തു എന്നാണ്. മണ്ണ് കളച്ചും അതേപോലെ മണ്ണ് ചുമന്നും. അതേപോലെ ചില പാറകൾ പൊട്ടിച്ച ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. രാവിലെ വരുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങിൻ്റെ അടുത്തേക്ക്. അപ്പോഴത്തേക്ക് മുഹാജിർ അൻസാരികൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ തണുപ്പിൽ, പട്ടിണിയുടെ കാലമാണല്ലോ, ഇവർ ഈ കുഴിക്കുമ്പോൾ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന വഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലെങ്കിൽ വർഹമിൽ അൻസാറ വൽ മുഹാജിറ. ചില റിപ്പോർട്ടുകളിൽ വബാരിക്കിൽ അൻസാറ വൽ മുഹാജിറ, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി മാറി പദപ്രയോഗങ്ങളിലൂടെ പാടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവരെ ആ സമയത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പട്ടിണിയിൽ, തണുപ്പിൽ, അതിരാവിലെ അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണിക്ക് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഒരു ആവേശവും ആത്മവീര്യം ഉണ്ടാക്കാനാണ് ഈ പാട്ട് പാടിയിരുന്നതെന്നാണ്. തല്ലാഹി ലൗല അല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന, ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അല്ലെങ്കിൽ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ, അൻസാരികളോടും മുഹാജിറുകളോടും നീ കരുണ കാണിക്കണമേ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിയിട്ട് അവർക്ക് ആവേശം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർ നഹ്നു ലദീന ബയഉ മുഹമ്മദ
അലൽ ജിഹാദി മാ ബഖീന അബദ. അവർ എന്ത് ചെയ്യണം, റസൂലുള്ളാഹിനോട് പ്രതികരിച്ച് പാടാണ്. അപ്പോൾ പിന്നെ അലൽ ജിഹാദി മാ ബഖീന അബദ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരോട് വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈന വ ഇൻ അറാദു ഫിത്നതൻ അബൈന. എന്നിട്ട് റസൂൽ അവരോട് പ്രതികരിച്ച് പാടുമ്പോൾ പിന്നെ ഇങ്ങനെ ഇത് പാടും. എന്നിട്ട് അബൈന അബൈന എന്ന് എത്തുമ്പോൾ അവിടെ ഒച്ച ഉയർത്തിയിട്ട് നീട്ടി അബൈന 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 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നീട്ടി ആവർത്തിച്ച് പാടി എന്നൊക്കെ അവിടെ ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്വാനം. അതേപോലെ അവർ പിന്നെ ഇത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ പിന്നെ ഒരു കവിതാശകലാണെന്ന് ഈ പാടിയത്, അതെടുത്ത് പാടിയെന്നാണ്. ചിലതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പാടിയ പാട്ടിൽ ഇങ്ങനെ ഒന്നുണ്ട്. സമ്മാഹു മിൻ ബഅദി ജുഐലിൻ അംറ വകാന ലിൽ ബാഇസി യൗമൻ ബഹ്റ. ഇത് പാടിയിരുന്നതാണ് ഖന്തക്ക് കുഴിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരു പാട്ട്. സമ്മാഹു മിൻ ബഅദി ജുഐലിൻ അംറ വകാന ലിൽ ബാഇസി യൗമൻ ബഹ്റ എന്നാണ്. ഇതും പാടിയിരുന്നതാണ് കടങ്ങ് കുഴിച്ചപ്പോൾ മറ്റൊരു പാട്ട്. അതെന്താ? സമ്മാഹു അദ്ദേഹത്തിന് പേര് വെച്ചു, മിംബഅദി ജുഐലിൻ ജുഐൽ എന്ന പേരിന് ശേഷം അംറ അംറെന്ന്, വകാന ലിൽ ബാഇസി യൗമൻ ബഹ്റ എന്നാണ്. പിന്നെ ഈ ജുഐൽ യുദ്ധ ദിവസം അദ്ദേഹം വളരെ കരുത്തനായിരുന്നു. എന്തായാലും ആ ഒരു ആശയത്തിൽ പിന്നെ ഈ ഒരു കവിതയും ചൊല്ലിയിരുന്നതാണ്. സമ്മാഹു മിംബഅദി ജുഐലിൻ അംറ, ജുഐലിന് ശേഷം ജുഐലിന് അംറ എന്ന് അദ്ദേഹം പേര് വെച്ചു എന്നാണ്. ഇതൊരു ചരിത്രമാണ്. ജുഐൽ എന്ന് പറയുന്നൊരു സഹാബി ഉണ്ടായിരുന്നു, ജുഐൽ ബിൻ സുറാഖ അൽ ഖിഫാരി അല്ലെങ്കിൽ അബ്ബമരി. ജുഐൽ ബിൻ സുറാഖ അബ്ബമരി. ഈ ജുഐലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുഐൽ എന്ന പേരിന് ശേഷം അംറ എന്ന പേരിട്ടു. വകാന ലിൽ ബാഇസി യൗമൻ ബഹ്റ എന്നാണ്. അപ്പോൾ ഇതും കിടക്ക് കുഴിച്ചപ്പോൾ പാടിയിരുന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും. ഈ ജുഐൽ ബിൻ സുറാഖ അൽ ബംറി അല്ലെങ്കിൽ അംരി, അദ്ദേഹം അഹ്ലു സുഫയിൽപ്പെട്ട ഒരു മിസ്കീനായിരുന്നു. അദ്ദേഹം എന്തുണ്ട്, കിടങ്ങൊഴിക്കാനുണ്ട്. അപ്പം അദ്ദേഹം എടുത്ത് കിടങ്ങൊഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പാട്ടുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, പാടുകയാണ്. അതാണ് സമ്മാഹു മിൻ ബഅദി ജുഐലിൻ, ജുഐൽ എന്ന പേരിന് ശേഷം അദ്ദേഹത്തിന് റസൂലുള്ള പേരിട്ടു അംറൻ. ഈ ജുഐൽ എന്ന പേരായിട്ട് നല്ല അർത്ഥത്തിലല്ല. അതുകൊണ്ട് തന്നെ ശ്വാസമാത്രങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ട് എന്തിട്ടുണ്ട്, അംറ എന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കിടങ്ങ് കുഴിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഈ പാട്ടും പാടിയെന്ന് എന്ത് ചെയ്യാണ്, സഹാബികൾ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ കിടങ്ങ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചത്. ജുഐൽ ഇബ്നു സുറാഖ അൽ ഖിഫാരി വളരെ നിർധനായിരുന്നു അല്ലേ, ഖിഫാരിയാണ്. അപ്പോൾ ഖിഫാർ ഗോത്രത്തിൽ നിന്ന് വന്ന അഹ്ലു സുഫയിൽപ്പെട്ട ആളായിരുന്നു മദീനത്ത്. എന്നിട്ടാണ് കിടങ്ങിൽ പങ്കെടുക്കുന്നത്. പട്ടിണിയിൽ വറുതിയിൽ ഇല്ലായ്മയിലാണ് അവർ കിടങ്ങ് വിഴിക്കുന്നത് എന്നുള്ളത്. അതും അഹ്ലു സുഫയിൽപ്പെട്ട ഈ വ്യക്തിത്വം. ഈ ഹുനൈൻ യുദ്ധത്തിൻ്റെ ശേഷം റസൂലുള്ള യുദ്ധാർജ്ജ സ്വത്ത് ഓരി വെച്ചല്ലോ. ഓരി വെച്ചപ്പോൾ ഓരോരുത്തർക്ക് എത്ര റസൂലുള്ള കൊടുത്ത്, ഈ പിന്നെ അറാബികൾ വന്നല്ലോ. നമ്മൾ അറാബികളുടെ ചരിത്രത്തിൽ വായിക്കുന്ന ഒരു സംഭവമാണത്. അറാബികൾ വന്നു, അൽ അഖ്റ ബിൻ ഹാബിസ്, ഉയൈന, അൽ ഫസാരി, അവർക്ക് റസൂലുള്ള 100 ഒട്ടകങ്ങളെ കൊടുത്ത്. അവിടുന്ന് യുദ്ധസ്വത്ത് ഓരി വെച്ചപ്പോൾ 100 ഒട്ടകങ്ങളെ കൊടുത്തു. അതിലൊരു അൽ അബ്ബാസ് ബിനു മിർദാസ്, ഒരു അറാബിയാണത്. അൽ അബ്ബാസ് ബിനു മിർദാസ് ഈ അഖ്റബിന് 100 ഒട്ടകം കൊടുത്ത്, ഉയൈനക്ക് 100 ഒട്ടകം കൊടുത്ത്. ഈ അബ്ബാസിൻ്റെ ഊഴം വന്നപ്പോൾ 100 ഒട്ടകം തേച്ചില്ല, അയാൾക്ക് 100 ഒട്ടകം തേച്ചില്ല, അത്രേ കുറച്ചേ കൊടുത്തോളൂ, 100 ഒട്ടകം തേഞ്ഞില്ല. അപ്പം അദ്ദേഹം റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, അറാബികളാണ് ഇതൊക്കെ അറാബികളാണ് പറയുന്നത്, അവർക്കൊക്കെ 100 ഒട്ടകം, എനിക്ക് 100 ഒട്ടകല്ലേ. അവരുടെ വാപ്പാര് എൻ്റെ സ്ഥാനത്തെത്തൂല എന്ന രീതിയിൽ ആ ആശയത്തിലാണ് പറയുന്നത്. അവസാനം റസൂലുള്ള 100 ഒട്ടകം തേച്ചു കൊടുത്ത് മൂപ്പർക്കുന്നാണ്. ഈ അബ്ബാസ് ഇബ്നു മിർദാസ് അദ്ദേഹം ബനു സുലൈമാൻ തോന്നുന്നു, ഏതായാലും അറാബിയായിരുന്നു. ഹുനൈൻ യുദ്ധ സന്ദർഭത്തിലുണ്ടല്ലോ, ഈ ഹവാസിൻ ഗോത്രം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ അടിമകളുടെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമകൾ അവർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹവാസിന് അടിമകളെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ റസൂലുള്ള പറയാണ്, എൻ്റെയും ബനുൽ മുത്തലിബിൻ്റെയും കീഴിലുള്ള മുഴുവൻ അടിമകളെയും നിങ്ങൾക്ക് തിരിച്ചു തരികയാണെന്ന് പറയുന്നുണ്ട്. റസൂൽ എന്തിനാണ് പറഞ്ഞത്? ബാക്കിയുള്ളവരും ആ മാതൃക കണ്ടിട്ട് തിരിച്ചു കൊടുക്കാനാണ്. അപ്പോൾ പിന്നെ ഈ അഖ്റ ബിൻ ഹാബിസ് അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവർ പറയുകയാണ്, ഞങ്ങൾക്ക് തന്ന ഒരിക്കലും ഞങ്ങൾ തിരിച്ചു തരില്ല. റസൂലുള്ളാഹി ഈ അറാബികളുടെ സ്വഭാവമാണ്. അപ്പോൾ ഉയൈന അൽ ഫസാരി പറയാണ്, ഞങ്ങളിതും തിരിച്ചു തരില്ല പറയാണ്.
അപ്പോൾ ഈ പിന്നെ അബ്ബാസ് ബിൻ മിർദാസ് പറയുന്നുണ്ട് ഇന്ന് വ്യത്യസ്തമായിട്ടാ, ഞാൻ എൻ്റെ തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്. ബനു സുലൈമിൻ്റെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബനു സുലൈം ഷൗട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കൊടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങൾ തിരിച്ച് പറയേണ്ട രീതിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയത്തിൽ അറാബികളുടെ സ്വഭാവം പറയുന്നിടത്ത് ഏതായാലും ഈ 100 ഒട്ടകങ്ങൾ കൊടുക്കുമ്പോഴല്ലോ ഈ ജുഐൽ ഇബ്നു സുറാഖ അൽ ഗിഫാരിക്ക് റസൂൽ ഒന്നും കൊടുക്കണില്ല, അതവിടെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ഇത് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടല്ലോ, അൻസാരികൾ ചോദ്യം ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചിലരെ ഞാൻ എന്ത് ചെയ്യാണ്, ചിലർക്ക് ഞാൻ അവരെ തൈലീഫിന് വേണ്ടി അവരുടെ ഹൃദയം കൂടുതൽ ഇസ്ലാമിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൽകും. ചിലരെ ഞാൻ അവരുടെ ഈമാനിലേക്ക് അവരെ ഏൽപ്പിക്കും. എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും അവരുടെ മൂലം ഈമാനുള്ള ആളുകളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈമാൻ മതി, അവർക്ക് ഇളക്കം തട്ടൂല എന്ന് പറയുന്നുണ്ട്. ഈ ജുഐലിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞാൽ അതാണ് ഈ ജുഐൽ ഇബ്നു സുറാഖ എന്ന് പറയുന്ന മഹാന്റെ സവിശേഷത. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ട് അദ്ദേഹം അഹ്ലു സുഫയിൽ ആളായി കഴിഞ്ഞിരുന്ന മഹാനാണ്. അദ്ദേഹമാണ് ഈ പട്ടിണി ഉടുത്ത് കിടങ്ങു വീഴിക്കണത്. അപ്പോൾ സഹാബികൾ കിടങ്ങു വീഴിക്കുമ്പോൾ പാടിയപ്പോൾ ആ പാട്ടിലാണ് ഇദ്ദേഹത്തിനെ പരാമർശിക്കുന്നത്. സമ്മാഹു മിംബാദി ജുഐലിൻ അംറ. റസൂല ജുഐൽ എന്ന പേര് മാറ്റിയിട്ട് അദ്ദേഹത്തിന് അംറ എന്ന് പേരിട്ടു എന്നുള്ള അർത്ഥത്തിൽ കവിത പാടിയിട്ടൊക്കെ അവർ കിടങ്ങു കുഴിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കിടങ്ങ് യുദ്ധത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ആര്യ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടങ്ങ് കുഴിക്കാൻ, മണ്ണ് ചുമക്കാൻ, കല്ല് പൊട്ടിക്കാൻ ഒക്കെ സഹാബികളോടൊപ്പം നിന്നു. പിന്നെ യുദ്ധത്തിൻ്റെ ആദ്യാന്തം ക്ഷമാപൂർവം എന്ത് ചെയ്തു, ഈ യുദ്ധത്തിൽ പിടിച്ചു നിന്നു ആര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇത് കേവലം ഒരു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാതൃകയാക്കാനല്ല, നോമ്പിൻ്റെ വിഷയത്തിൽ മാതൃകയാക്കാനല്ല. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാദിഹിൽ ആയത്തു അസ്ലുൻ കബീറുൻ ഫി തഅസ്സിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി. ഈ ആയത്ത് അസ്ലുൻ കബീറുൻ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് ഫി തഅസ്സിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കുന്ന വിഷയത്തിൽ. ഫി അഖ്വാലിഹി റസൂലുള്ളാഹിയുടെ വാക്കിലും വ അഫ്ആലിഹി പ്രവൃത്തിയിലും വ അഹ്വാലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥകളിലും. വാക്കിൽ, പ്രവൃത്തിയിൽ, അവസ്ഥകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ് എന്നതിന് ഈ ആയത്ത് അസ്ലുൻ കബീറുൻ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് എന്നാണ് ആര് പറയുന്നത്, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഈ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ആ പെരുമാറ്റങ്ങൾ, ക്ഷമ, സഹനം, പിടിച്ചു നിൽക്കൽ ഉണ്ടല്ലോ, അതിനെ മുൻനിർത്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ ആയത്തിന്റെ അവതീർണത. അപ്പോൾ ഈ ആയത്ത് വലിയൊരു വിഷയമാണ് എന്ത് ചെയ്യണത്, കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ബിഇദ്നില്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.